നമസ്കാരം. ഇപ്രാവശ്യം ഒരു ഡിഫറെൻ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ. അതൊന്നുമല്ല, നമ്മൾ സാധാരണ കുക്കറി ട്രാവൽ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ഇപ്രാവശ്യം ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് പോയതിനെക്കുറിച്ച്, അതായത് നമ്മുടെ കോട്ടക്കൽ ആര്യ വൈദ്യശാലയെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഒരു 14 ഡേയ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയത് ഡ്രൈവ് ചെയ്തിട്ടാണ്, കാറിലാണ് പോയത്. ഒരു 6 hours നമ്മളവിടെ എത്തിയതും പിന്നെ നമുക്ക് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു കാണുമ്പോഴേ. കാരണം ഒരു ട്രഡീഷണലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോയത് എങ്ങനെയെന്ന് വെച്ചാൽ, എനിക്കിതേമാതിരി ഒരു റീൽ കണ്ടിട്ട് അവരുടെ എക്സ്പീരിയൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് ട്രൈ ചെയ്യാമെന്ന്. കുറേ കാലമായിട്ട് വിചാരിക്കുന്നു. അങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിലേക്ക് കൂടി കൺസൾട്ടേഷൻ എടുത്തു. പിന്നെ ഇമെയിലിൽ അവർ കോൺടാക്റ്റ് ചെയ്തു. പക്ഷെ വിചാരിച്ച മാതിരിയല്ല, അത്ര എളുപ്പത്തിൽ റൂമൊന്നും കിട്ടുന്നില്ല അവിടെ. അപ്പോൾ നമ്മളങ്ങനെ എത്തി. ഇപ്പോൾ കാണുമ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. പിന്നെ കുറച്ച് റോഡ് നല്ല റോഡായിരുന്നു, ചിലത് ഡാമേജസൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകാൻ തീരുമാനിച്ച വകയിൽ പോയി. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് അപ്പോഴേക്കും റൂം ഞാൻ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തിരുന്നു. നമ്മൾ AC-ക്കായിരുന്നു ചോദിച്ചത്. പക്ഷെ ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ടും ഞങ്ങളുടെ സമയ സൗകര്യത്തിനനുസരിച്ച് ഒരു നോൺ AC റൂം കിട്ടി. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവിടെ താമസിച്ചു. പിന്നെ ആദ്യ ദിവസം ചെക്ക് ഇൻ ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡോക്ടർ വന്നിട്ട് നമ്മുടെ ഓൺലൈനിൽ ഞാൻ പറഞ്ഞതൊക്കെ അവർക്ക് അറിയാമാണെങ്കിലും പിന്നെയും എന്നെ വന്ന് കണ്ട് ഡോക്ടർ എന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞ് അന്നത്തെ ദിവസം മുതൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അതായത് ഒരു 14 ഡേയ്സ് ശരിക്കും അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ആ 14 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എത്ര ദിവസം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും അത്ര ദിവസം നമ്മൾ റെസ്റ്റും കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ചിട്ടയായിട്ട് പറഞ്ഞത്. അവർ ഇതാണ് ഇപ്പോൾ കാണുന്നതാണ് ആര്യവൈദ്യശാല. അപ്പോൾ അവിടെ ഇത് ഒരു പഴയ ബിൽഡിങ്ങുണ്ട്, ഒരു പുതിയ ബിൽഡിങ്ങുണ്ട്. ഞങ്ങൾ താമസിച്ചത് പഴയ ബിൽഡിങ്ങിലാണ്. അതിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ ഇവരുടെ ഈ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഫാമിലിയുടെ തന്നെ ഒരു ടെമ്പിളായിട്ട് വിശ്വംഭരൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അവിടെ പോയി തൊഴുതിട്ടൊക്കെയാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. ആദ്യം അത് അറിഞ്ഞിട്ടില്ല നമുക്ക്. പിറ്റേ ദിവസം ട്രീറ്റ്മെൻറ്റ് സമയത്ത് അവർ പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ പോയിട്ട് തൊഴുതാണ് അവിടെ. അവിടെ നല്ല ഒരു ഉണ്ണിയപ്പമൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഓരോരാളുടെയും ബോഡിക്ക് അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് തരുന്നത്. പിന്നെ കിച്ചൺ ഉണ്ട് അവിടെ. ഞങ്ങൾ താമസിച്ച റൂമിൽ തന്നെ ബെഡ്റൂം, കിച്ചൺ, പിന്നെ കബോർഡ്സ് എല്ലാം ഉണ്ട്. ചില റൂംസിൽ ട്രീറ്റ്മെൻറ്റ് റൂമും അറ്റാച്ച്ഡ് ആണ്. അത് ഡിമാൻഡ് നല്ലോണം ഉണ്ട്. കാരണം ഈ പറഞ്ഞ മാതിരി ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ് കേട്ടോ. അതായത് ഞാനവിടെ പോയപ്പോഴാണ് മനസ്സിലായത്, ഒരു ട്രീറ്റ്മെൻറ്റിന് വന്ന പേഷ്യൻ്റ് ആവട്ടെ ആരാണെങ്കിലും അവർ നെക്സ്റ്റ് ടൈമിനുള്ള ബുക്കിംഗ് അപ്പോഴേ ചെയ്തിട്ട് പോവാണ്. അത്രയ്ക്കും ഡിമാൻഡാണ് ഇതിൽ. പിന്നെ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ഒരു 500 rupees കൊടുത്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈമിലേക്ക് ബുക്ക് ചെയ്തിട്ട് പോയാൽ സൗകര്യമായിരിക്കും കിട്ടാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആന്ധ്രയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മെജോറിറ്റി പീപ്പിൾ അവിടെ നിന്നൊക്കെയാണ്. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലായിട്ടുള്ള ഫോറിനേഴ്സിനൊന്നും അധികം കണ്ടിട്ടില്ല. കാരണം അവർക്ക് അവരുടെ സീസൺ സമയത്താണെന്നൊന്നും ഇങ്ങോട്ട് വരിക ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ പിന്നെ പറഞ്ഞു വരാണെങ്കിൽ അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ഹെൽത്തിനനുസരിച്ച് എന്താണ് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളത് ഓരോരോ ദിവസം അവർ തീരുമാനിക്കും. ഓരോ ദിവസം ഇപ്പോൾ 3 ദിവസം ധാര ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും നമ്മുടെ ബോഡി എങ്ങനെയുണ്ട്, എന്ത് തരമാണ് നമ്മൾ, പിന്നെ നമ്മുടെ ഫീലിംഗ് ഒക്കെ എങ്ങനെയാണ്, പെയിൻ കൂടിയിട്ടുണ്ടോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് തരും. പിന്നെ ഈ പറഞ്ഞ മാതിരി അവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആൾക്കാരും വളരെ നല്ല മാതിരി വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഡോക്ടേഴ്സും അങ്ങനെയാണ്. നമുക്ക് എന്ത് ചോദ്യം ചോദിക്കാം, വളരെ പേഷ്യൻസിൽ ഉത്തരം പറയും. പിന്നെ ഓഫീസിലുള്ളവരാവട്ടെ എല്ലാവരും വളരെ വളരെ ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ നെക്സ്റ്റ് ടൈം പോകും. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഇയർലി വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം അനുസരിച്ച് നമുക്ക് എന്താണ് പ്രോബ്ലം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് നമുക്കവിടെ ചെല്ലുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നാണ്. പിന്നെ ഞങ്ങൾ പുതിയൊരു ബിൽഡിങ്ങും ഉണ്ട്, അവിടെയും വിസിറ്റ് ചെയ്തിരുന്നു. അത് 3 വർഷം ആയതേ ഉള്ളൂ റെനോവേഷനായിട്ട്.
അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ താമസിച്ച ബ്ലോക്കാണ് ഈ സെൻറ്റിനറി ബ്ലോക്ക്. അത് നമ്മൾ താമസിച്ചത് നോൺ എ സി ആണ്. ലിഫ്റ്റൊക്കെ ഉണ്ട് എല്ലാ ഫ്ലോറിലും. പിന്നെ അവിടെ എടുത്ത് പറയുകയാണെങ്കിൽ ലൈബ്രറി ഉണ്ട്. പക്ഷേ ലൈബ്രറിയുടെ ടൈമിംഗ് ഒന്ന് 8 to 5 അങ്ങനെയാണ്. എല്ലാ മാഗസിൻസും ഉണ്ട്, ബുക്സ് ഉണ്ട്. അത് നമുക്ക് കൂടെ വരുന്നവർക്ക് വേണമെങ്കിൽ അവിടെ പോയി ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ പോയി വായിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞു വരുന്നത് അവിടെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതായത് മോർണിംഗ് ടു ഈവനിങ് ട്രീറ്റ്മെൻറ്റൊക്കെ ആണെങ്കിലും ഈവനിങ് കുളിച്ചതിന് ശേഷം നമ്മൾ താഴെ പോയി ഇരിക്കുക, കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെടുക. അങ്ങനെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സും കിട്ടി. US നിന്ന് വന്നവർ, തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ, പിന്നെ എനിക്ക് തെലുഗു കുറച്ചൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നവർ, ആന്ധ്രാപ്രദേശ് എന്ന് വെച്ചാൽ പല ഭാഗത്തു നിന്ന് വന്നവർ. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടി. പിന്നെ പലരുടെയും എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റി. ചിലർ ആക്സിഡൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടും ഭേദമുണ്ട്, ചിലർക്ക് മുട്ടുവേദന വന്നിട്ട് ഭേദമായവർ. അപ്പോൾ ഇനി അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് തോന്നുന്നവർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ശ്രമിക്കാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്ര ആ ക്യാമ്പസും അവിടുത്തെ ആ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലം, പാർക്കും, പിന്നെ ലൈബ്രറി ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് മാത്രമേ എടുത്തുള്ളൂ. കാരണം ലൈബ്രറി മേളത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന മാതിരി എടുത്തു. അപ്പോൾ കുറച്ച് ഡിമാൻഡുള്ള സ്ഥലമാണ്. പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുൻകൂട്ടി അവരെ ഓൺലൈനിൽ പോയിട്ട് ട്രൈ ചെയ്തിട്ട് കൺസൾട്ടേഷൻ വരെ എടുക്കാം. കൺസൾട്ടേഷന് ഒരു ഡോക്ടർ വന്ന് നമ്മളോട് സംസാരിക്കും. അതിനൊരു ടൈം ലിമിറ്റ് മാതിരി ഉണ്ടാവും. അപ്പോൾ സംസാരിച്ചിട്ട് പിന്നെ അവർ അതിൻ്റേതായ പ്രിസ്ക്രിപ്ഷനൊക്കെ അയക്കും. നമുക്ക് എന്തൊക്കെയാണെന്നുള്ള നമ്മുടെ അടുത്ത് സംസാരിച്ചതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമെയിൽ ചെയ്യും. അത് കഴിഞ്ഞ് അവരെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് റൂം ബുക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോസ് കാണാം, നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.